അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട പൊന്നുമക്കളെ, 4-ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ 1-ാമത്തെ പാട്ടിലെ 3-ാമത്തെ പാഠം മൻ നാമ ഫല്യതവല്ലഹ് എന്ന പാഠത്തിന്റെ തദ്രീബാണ് നമ്മൾ നോക്കുന്നത്. തദ്രീബാത്താണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. പാഠഭാഗം നമ്മൾ വായിച്ചിട്ടുണ്ട് വേറെ വീഡിയോയിൽ. ഇപ്പം തദ്രീബാത്ത് മാത്രം. നുക്മിലുൽ ഫറാ, വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. അന്യ ഡാഷ് പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുക. അവിടെ അന്യ സ്ത്രീ എന്നെഴുതി കൊടുക്കുക. 2, മുൻകൈയിന്റെ ഡാഷ് കൊണ്ട് മനുഷ്യന്റെ ഫർജ് തൊടുക. ഫർജ് എന്ന ഗുഹ്യസ്ഥാനം. അപ്പൊ അത് നഷ്ടപ്പെട്ടത് മുൻകൈയിന്റെ വെള്ള ഭാഗം കൊണ്ട്. കൈയിന് വെള്ള ഭാഗം ഉണ്ടല്ലോ, പിന്നെ പുറം ഭാഗം കൊണ്ട് വെള്ള ഭാഗമുണ്ട്. 3, ഉറക്കം, ബോധക്ഷയം, ഭ്രാന്ത് തുടങ്ങിയ കാരണം കൊണ്ട് ബുദ്ധിയുടെ ഡാഷ് നഷ്ടപ്പെടുക, വിവേകം നഷ്ടപ്പെടുക. 4, മലമൂത്ര ദ്വാരങ്ങളിലൂടെ ഡാഷ് വല്ലതും പുറപ്പെടുക, മണിയ് അല്ലാത്ത വല്ലതും പുറപ്പെടുക. 5, വുളൂ മുറിയുന്ന കാര്യങ്ങൾ ഡാഷ് എണ്ണമാണ്, 4 എണ്ണമാണ്. ഇനി അടുത്തത് മാതാ നദ്കുറു, നമ്മൾ എന്താണ് പറയേണ്ടത്. ഈ ശേഷം പറയാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോ എന്താണ് നമ്മൾ ദിക്ർ ചൊല്ലേണ്ടത്, എന്താണ് ഏത് ദിക്റാണ് നമ്മൾ ചൊല്ലേണ്ടത്. 1, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്താ ചൊല്ലുക? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. 2, വീട്ടിൽ പ്രവേശിക്കുമ്പോൾ എന്താണ് ചൊല്ലുക? ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ, വീട്ടിൽ പ്രവേശിക്കുമ്പോ ബിസ്മില്ലാഹി വലജ്നാ വബിസ്മില്ലാഹി ഖറജ്നാ വഅലാ റബ്ബിനാ തവക്കൽനാ. 3, പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ എന്താ ചൊല്ലുക? അല്ലാഹുമ്മ ഇഫ്തഹ് ലീ അബ്വാബ റഹ്മതിക്. നീ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്താണ് ചൊല്ലുക? അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളലിക്. അതും കഴിഞ്ഞു. ഇനി നമുക്ക് എഴുതി പഠിക്കാനാണ്. അപ്പൊ ഞാൻ അവിടെ എങ്ങനെ എഴുതിയത്? എന്റെ യാത്രികൾ എന്റെ കൈ അക്ഷരം റെഡിയാവുക. ഞാൻ കമ്പ്യൂട്ടറുമല്ലല്ലോ എഴുതുന്നത്, അല്ലെ? അപ്പൊ നിങ്ങൾ കൈയും കൊണ്ട് പേന വെച്ച് പെൻസിൽ വെച്ച് ശരിക്കും എഴുതണം. പെൻസിലും കൊണ്ട് എഴുതണം. അത് ഈ കൂട്ടി എഴുതണം. നഷ്ടപ്പെടുക, വിസർജനം, ഇരിപ്പിടം, മലം, നഖം, അത് വൃത്തിയിൽ എഴുതട്ടോ. ഇനി നക്തുബുൽ ഹുക്മ, വിധി എഴുതാം. ഇങ്ങനെയൊക്കെ ശേഷം പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായാൽ വുളൂ നഷ്ടപ്പെടുവോ ഇല്ലേ എന്ന് പൊന്നുമക്കൾ കണ്ടെത്തി പറയണം. അന്യപുരുഷൻ അന്യ സ്ത്രീയുടെ കാലിന്റെ നഖം തൊട്ടു. നഖം തൊട്ടാൽ വുളൂ മുറിയോ? അപ്പൊ നഖം തൊട്ടാൽ വുളൂ നഷ്ടപ്പെടുകയില്ല. ഓക്കെ. 2, അന്യപുരുഷൻ 2 വയസ്സായ പെൺകുട്ടിയുടെ കൈ പിടിച്ചു. അപ്പോഴോ വലിയവരാകണ്ടേ, വലിയവരാകണ്ടേ, ഇത് കുട്ടിയല്ലോ ഒന്ന്. അപ്പൊ വുളൂ നഷ്ടപ്പെടുകയില്ല. 3, ഭാര്യ ഭർത്താവിന്റെ കൈ പിടിച്ചു. വുളൂ നഷ്ടപ്പെടും. ഭാര്യയും ഭർത്താവും യഥാർത്ഥത്തിൽ അന്യരായിരുന്നു. നിക്കാഹിന്റെ വചനം കൊണ്ട് പല കാര്യങ്ങളും അനുവദനീയമായി എന്നേ ഉള്ളൂ. അവരിപ്പോഴും അന്യര് തന്നെയാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ. കാരണം അതുപോലത്തെ ഒരു വാക്കുകൊണ്ട് അവർക്ക് പഴയതിലേക്ക് മടങ്ങാൻ കഴിയും. രക്തബന്ധം അങ്ങനെയല്ല. 4, കൈയിന്റെ പുറം ഭാഗം കൊണ്ട് സ്വന്തം ഫർജ് സ്പർശിച്ചു. ഒരാളുടെ കൈയിന്റെ വെള്ളഭാഗമല്ല, പുറം ഭാഗം കൊണ്ട് ഗുഹ്യസ്ഥാനം തൊട്ടു. വുളൂ നഷ്ടപ്പെടുകയില്ല, പുറം ഭാഗമായതുകൊണ്ട്. 5,
മുൻദ്വാരത്തിലൂടെ ഒരു തുള്ളി രക്തം പുറത്തു വന്നു, വുളു നഷ്ടപ്പെടും. എന്തുകൊണ്ട്? മുൻദ്വാരത്തിലൂടെ മനിയ് അല്ലാത്ത എന്ത് പുറപ്പെട്ടാലും വുളു മുറിയും, നഷ്ടപ്പെടും. 6, പിൻദ്വാരത്തിലൂടെ വിര പുറത്തു വന്നു, വുളു നഷ്ടപ്പെടും. നമ്മൾ പറഞ്ഞു മനിയല്ലാത്തത് എന്നാ പറഞ്ഞത്. അപ്പോ ഇൻഷാ അല്ലാഹ് അപ്പോഴും വുളു നഷ്ടപ്പെടും. 7, ഉമ്മ 2 വയസ്സായ കുട്ടിക്ക് ശൗചം ചെയ്തു കൊടുത്തു. ഉമ്മ 2 വയസ്സായ കുട്ടി മൂത്രമൊഴിച്ചപ്പോ അല്ലെങ്കിൽ മലം വിസർജിച്ചപ്പോ ഉമ്മാന്റെ കൈ കൊണ്ടൊന്ന് വൃത്തിയായി കൊടുത്തു, ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടില്ല, അപ്പോഴോ വുളു നഷ്ടപ്പെടും. പടച്ച റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നിങ്ങൾക്ക് നല്ല ബുദ്ധി തരണേ അല്ലാഹ്, നല്ല ഓർമ്മശക്തി തരണേ അല്ലാഹ്, ഞങ്ങളെ ഉമ്മമാർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്, ഞങ്ങളെ ഉസ്താദുമാർ ജീവിച്ചിരിക്കുന്നവർക്ക് ആരോഗ്യവും ആഫിയത്തും നൽകണേ അല്ലാഹ്, മരണപ്പെട്ട ബന്ധുവിത്രാദികൾ പ്രത്യേകിച്ചു മാതാപിതാക്കൾ ഉസ്താദുമാർക്ക് സ്വർഗം നൽകണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും.